പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ബിജെപി പ്രവർത്തകർ തടഞ്ഞത് വിവാദമാവുന്നു. സംഭവത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷാണ് ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. വടക്കന്തറ മനക്കൽ തൊടിയിൽ വെച്ച് തടയുകയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ ഈ പ്രദേശത്ത് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്, എന്തിനാണ് ഈ അസഹിഷ്ണുത എന്ന് ഞങ്ങൾക്കറിയാത്തത്. 2016 സമാനമായിട്ടുള്ള സംഭവം ഈ പ്രദേശത്തുണ്ടായിട്ട്, ഈ പ്രദേശത്തിലെ തൊട്ടപ്പുറത്ത് മൂത്താന്തറ BJPയുടെ ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാം. ആ പ്രദേശത്ത് വെച്ച് 2016 ഇതേ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് BJPയുടെ ഇതേ സ്ഥാനാർത്ഥിയും UDFൻ്റെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ വഴിതടഞ്ഞ് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അന്നുണ്ടായി. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ പങ്കും കൂടി ഇതിൽ അന്വേഷിക്കണമെന്നുള്ള, കാരണം അന്നും ഈ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇന്ന് ഈ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ മത്സരിക്കുമ്പോൾ ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഈ പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ സിന്ധുരാജൻ എന്ന നഗരസഭ അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ്. കാരണം അവർക്കറിയാത്തൊന്നുമല്ലല്ലോ, ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ടാവില്ല, അറിയില്ലായിരിക്കാം. പക്ഷേ അവരെല്ലാം ഇങ്ങനെ ഒരു വീടുകൾ കയറി വോട്ടഭ്യർത്ഥിച്ച് ജനപ്രതിനിധിയായി ഇങ്ങനെയാണ് അവർ പഠിച്ചിരിക്കുന്നത്. ഇവർ അവർക്കെതിരെ മത്സരിച്ച ഒരാളാണ്. ആ വാർഡിൽ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഇന്നലെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. ഇത്രയേറെ മോശമായിട്ടുള്ള നടപടി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. കൗൺസിലർക്കെതിരെ കേസെടുക്കണമല്ലോ, അതല്ലേ ശരി. നടപടി സ്വീകരിക്കണം. സത്യത്തിൽ അവർ കൗൺസിലർ സ്ഥാനം രാജിവെക്കണം. അത്രമാത്രം ഇത് പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ. ഒരു ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്കും ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇത് BJPയുടെ ശക്തി കേന്ദ്രമാണെങ്കിൽ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പുതുപ്പള്ളി പോലുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പുത്തൂർ പോലുള്ള പ്രദേശം, പല പ്രദേശങ്ങളും ഞങ്ങൾക്ക് UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. വെണ്ണക്കര പോലുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയും തടയില്ല. എല്ലാ സ്ഥാനാർത്ഥിക്കും വോട്ടഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. അതിനെ ഞങ്ങളാരും എതിർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഇത് ഇവിടെ മാത്രം, ഈ പ്രദേശത്ത് മാത്രം എന്തുകൊണ്ട് ഈ അസഹിഷ്ണുത കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാത്തത്. പാലക്കാട് DYSPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. BJP നഗരസഭാ കൗൺസിലർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ പിഷാരടിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പറയുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവൃത്തിയാണ് BJP നടത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപണം. 2016 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ ഷാഫി പറമ്പിലിനെയും വടക്കന്തറയിലെ BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. എന്നാൽ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് പിഷാരടിയെ തടഞ്ഞതെന്നാണ് BJPയുടെ വിശദീകരണം. അതേസമയം പല കോണിൽ നിന്നും പിഷാരടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. BJPയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം പ്രതികരിക്കുകയുണ്ടായി. വിഷയം രമേശ് പിഷാരടിക്ക് അനുകൂലമായ വികാരമുണ്ടാക്കുന്നതായാണ് വിലയിരുത്തൽ. UTV ന്യൂസ്, പാലക്കാട്.